Hello guys, welcome to my YouTube channel. ഒമ്പതാമത്തെ വീഡിയോ ആണിത്. ഒമ്പതാമത്തിന്റെ തുടർച്ച. അപ്പൊ ഇത് 10ാമത്തെ വീഡിയോ ആയിട്ടോ ആണ് ഞാൻ ചെയ്യുക. കാരണം നിങ്ങൾ യൂട്യൂബിൽ എടുത്ത് നോക്കുന്ന സന്ദർഭത്തിൽ 9ന് 2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ 9 വീഡിയോ കണ്ടിന്യൂഷൻ 10ാമത്തെ വീഡിയോക്ക് പോവുക. ഇതിന്റെ മുന്നേ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്തിനാണ് എന്നുള്ളത് വരച്ച് മനസ്സിലാക്കി പറഞ്ഞു തന്ന് പഠിപ്പിക്കുന്ന വീഡിയോസ് ഉണ്ട്. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞ 1 മുതൽ തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക ആവശ്യക്കാർ. ഓക്കെ, അപ്പൊ ഞാനിത് 3 ടേൺ ആയിട്ട് തന്നെയാണ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. ആദ്യത്തേതിലൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാണ്. ഇപ്പൊ 3 ടേൺ ആയിട്ട് തന്നെ ചെയ്യുന്നത്. ഇങ്ങനത്തെ എല്ലാ വീഡിയോസുകളും ഒരു ചെങ്ങല രൂപത്തിൽ നിങ്ങളാണ് ബന്ധിപ്പിക്കേണ്ടത്. ഓരോ വീഡിയോസും കണ്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടത്. ഇനിയും എക്സസൈസുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാത്തത് കാണിച്ചു തരാനുണ്ട്. അത് അടുത്ത 11, 12, 13 വീഡിയോസിലായിരിക്കും ഞാൻ കാണിക്കുക. ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ കാണാൻ താല്പര്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. ബാക്കി വീഡിയോകൾ കാണാൻ നിങ്ങൾ എൻ്റെ ബാക്കി വീഡിയോസിലേക്ക് പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പൊ നമ്മൾ വീഡിയോ തുടങ്ങുകയാണ്. എക്സസൈസ് 9, 10ാമത്തേത് എന്ന് പറഞ്ഞാൽ കാണിച്ചു തന്നത് 3 ടേൺ ആയിട്ടാണ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ പെരടി എന്തിനൊക്കെയാണ് ചെയ്യണത്, എന്താണ് ചെയ്യണമെന്നില്ല ഞാൻ വിശദീകരിച്ച് പറഞ്ഞ വീഡിയോസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ നീണ്ടുപോകും ഇതിൽ ഞാൻ പറഞ്ഞാൽ. അതുകൊണ്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ പ്രമേയം എന്താണ്? മരുന്നില്ലാതെ എങ്ങനെ ഷുഗർ രോഗം മാറ്റാം? 100% മാറും. അത് മാറുന്നത് ഭക്ഷണത്തിനെ മരുന്നാക്കി കഴിക്കുകയും എക്സസൈസിനെ മരുന്നാക്കി ശരീരത്തിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്താൽ 100% മാറും. അല്ലാന്നുണ്ടെങ്കിൽ മാറൂല. അതിന് ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. എക്സസൈസിലേക്ക് കടക്കുകയാണ്. എല്ലാവരും കാണുക. 1, പരമാവധി തല പൊന്തിക്കണം. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇനി കണ്ണിൻ്റെത് സെയിം. താഴോട്ടും മേപ്പോട്ടും 12, ലെഫ്റ്റ് റൈറ്റ് 12, ഒരു റൗണ്ട് ഇങ്ങനെ 12, മറിച്ചുകൊണ്ട് 12. 1, 2, 3. പരമാവധി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും മേപ്പെട്ടേക്ക് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. തല തിരിക്കരുത്. കണ്ണ് മാത്രമേ പൊന്താൻ പാടൂ. തല ഇങ്ങനെ നോക്കരുത്. കണ്ണ് മാത്രം മേപ്പെട്ടേക്ക് താഴോട്ടേക്ക് ലെഫ്റ്റ് റൈറ്റ്. കണ്ണിലുള്ള ചെറിയ ഞരമ്പുകൾ വർക്ക് ചെയ്യേണ്ടതുണ്ട്. താഴെ കറക്റ്റ് നോക്കുക, മേലെ മേപ്പോട്ട് നോക്കുക. 1, 2, 3, 4, 5, 6, 7, 9, 10, 11, 12.
1 2 3 4 5 6 7 8 9 10 11 12 1 2 3 4 5 6 7 8 9 10 11 12. എന്താ പറയുക, കണ്ണിന്റെ ചെറിയ ചെറിയ ഞരമ്പുകൾക്കും ഈ രക്തോട്ടം ചെല്ലണം. അതുകൊണ്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇനി 1 2 3 4 5 6 7 8 9 10 11 12. 1 2 3 4 5 6 7 8 9 10 11 12. 1 2 3 4 5 6 7 8 9 10 11 12. 1 2 3 4 5 6. നമ്മളിങ്ങനെ എണ്ണിയും കൊണ്ട് നിന്നാല് എണ്ണത്തിലേറെ കൈ ചലിക്കും. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട എക്സസൈസ് ആണ്, വളരെ പ്രധാനപ്പെട്ടത്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12. 1 2 3 4 5 6 7. ഈ ഇങ്ങനെ ചെയ്യണത് ഒരു 25-30 ആക്കുക. 1 2 3 4 6 7 8 9 10 11 12 13. കൈയിന്റെ അടിയിലുള്ള ഞരമ്പുകൾ, ചത്ത് കിടക്കുന്ന ഞരമ്പുകളൊക്കെ ആക്റ്റീവ് ആവും. കാരണം നമുക്ക് കൈ മരിക്കോളം ഉപയോഗിക്കാനാണ്. ഈ കൈയിന്റെ വിരലുകളൊക്കെ മരിക്കോളം ഉപയോഗിക്കാനാണ്. വയസ്സായാലും ഇത് ഉപകാരത്തിൽ പെടണം. അപ്പൊ ചത്ത് കിടക്കുന്ന ഞരമ്പുകളൊക്കെ ആക്റ്റീവ് ആകണം. 2 3 4 5 6 7 8 9 10 11 12. നമ്മൾ എണ്ണിലേറെ സ്പീഡിൽ എണ്ണുന്ന കൗണ്ട് ചെയ്യുന്നതിലേറെ കൈ അടിക്കൽ വരും. അപ്പൊ സാവകാശം 12 വരെ ചെല്ലിയാൽ തന്നെ ചിലപ്പോൾ 10 25 കൈ ഇങ്ങനെ ആയിട്ടുണ്ടാവും. എണ്ണണം നിർബന്ധമല്ല, ഞാൻ ഏകദേശം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പരമാവധി സമയം എടുത്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. 12 പ്രാവശ്യം 3 ടേൺ, 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ കാണിച്ചു തന്ന എക്സസൈസ് ചെയ്യേണ്ടത്. 4 കൈ സെൻട്രൽ വെക്കുക, താത്തത്. ഇതൊക്കെ വിശദീകരിച്ച ഇതുണ്ട്, അത് കാണും. ഞാൻ ഇതിൽ കൂടുതൽ സംസാരിക്കണില്ല, സമയം നീണ്ടുപോയ വീഡിയോ നീണ്ടുപോകും. അപ്പൊ എല്ലാ വീഡിയോസും ഭക്ഷണത്തിന് എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം എന്നുള്ള വീഡിയോസ് ഉണ്ട്. ഇനി ഇതിന്റെ കൂടെ ഒരു വീഡിയോസ് കൂടി ഇടും ഞാൻ, എന്ത് കഴിക്കണം. അത് പുതുതായിട്ട് വരുന്ന ആൾക്കാർക്കുള്ളതാണ്. പഴയ ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്താ കഴിക്കേണ്ടി എന്താ കഴിക്കാതിരിക്കേണ്ടി എന്നുള്ളത്. അവര് വീഡിയോസ് കാണുക, പുതുതായിട്ട് വരുന്നവർ വീഡിയോസ് കാണുക. ഞാൻ ഈ വീഡിയോസ് ഇതിലെന്ത് ചെയ്യാണെന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് വരച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു കണ്ടാണ് വീഡിയോസുകൾ ചെയ്തിട്ടുള്ളത്. എൻ്റെ വീഡിയോസിലേക്ക് പ്രവേശിക്കുക, കാണുക, മനസ്സിലാക്കുക, മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക സന്ദേശം. ഓരോ പോയിന്റുകളും എങ്ങനെ വെക്കണം, കൈ എന്ത് ചെയ്യണം എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. 6 12 13 14 15 16. എത്ര നമുക്ക് സമയം എടുത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ അത്രത്തോളം സമയം എടുത്ത് ചെയ്യാം. അതിനാണ് 5 മണിക്ക് എണീക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോഴാണ് ഒരു 6 മണിയാകുമ്പോഴേക്കും എക്സസൈസ് തീരുക. പിന്നെ നിങ്ങളെ ജോലിക്കോ നിങ്ങളെ ആവശ്യത്തിന് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇത് കണ്ണ് ചിമ്മിക്കൊണ്ടാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത്. കണ്ണ് തുറന്നുകൊണ്ട് ആദ്യം പഠിക്കുക, പിന്നെ കണ്ണ് ചിമ്മിക്കൊണ്ട് സമാധാനപരമായി വളരെ റിലാക്സ് ആയിട്ട് ഇത് ചെയ്യുക. കാരണം ഇത് നമ്മുടെ ഞരമ്പുകളുടെ ആക്ടിവേഷന് വളരെ ഉഷാറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സസൈസ് ആണ്. പോയിന്റുകൾ വിട്ടുപോകരുത്. ഒരു പോയിന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ വിഷയമല്ല. നിങ്ങളെ കൈകൊണ്ട് പോയിന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ വിഷയമല്ല. പക്ഷെ ചെയ്ത് തീർക്കുമ്പോൾ മുഴുവൻ പോയിന്റുകളും ചെയ്തിട്ടുണ്ടാവണം. ഞാനിപ്പോ ഇവിടെ ഈ മൈക്ക വെച്ചത് കൊണ്ട് ഇവിടെ കുത്താൻ പറ്റില്ല, കുറച്ച് സൈഡിലാണ് കുത്തുന്നത്. ശരിക്കും ആ മൈക്കന്റെ സെന്ററിലാണ് 2 കൈയും വരേണ്ടത്. ഓക്കെ, ഇപ്പൊ മൈക്ക് ഉണ്ടായതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആ പോയിന്റിൽ തന്നെ വെക്കാൻ വയ്യ. മറ്റേ ഈ 4 വിരൽ ആ പോയിന്റിലാണ് 2 കൈയിന്റെ വരുന്നത്. ഓക്കെ, അതൊരു പ്രശ്നമൊന്നുമില്ല, കൈ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി വിചാരിച്ചിട്ട്. പക്ഷെ ഈ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം. ഓക്കെ,
ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകണേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, പഠിക്കണം. ഹാർട്ട് അറ്റാക്ക് എങ്ങനെ ഉണ്ടാകുന്നത്? ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് കൂടുതലായി ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഹാർട്ടിന് നീര് കെട്ടും എന്നാണ് പഠനങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലായത്. ഹാർട്ടിന് നീര് കെട്ടുമ്പോഴാണ് ഈ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത്. അത് ഷുഗർ രോഗികളിലാണ് ഏറ്റവും കൂടുതൽ. അത് മനസ്സിലാക്കുക. 4 വിരല്, 1 2 3 4, ഇതെല്ലാം ഞാൻ വിശദീകരിച്ചിട്ട്, അതുകൊണ്ട് ഇതിൽ ഞാൻ കൂടുതൽ വിശദീകരിക്കില്ല, സമയം നീണ്ടുപോകും. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഈ കൂട്ടത്തുകൂടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇപ്പൊ ഞാൻ കണ്ടില്ല, നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്റെ പോയിന്റുകൾ മാറുന്നില്ല, എന്റെ എണ്ണത്തിൽ മാറൂല. ഇതേപോലെ നിങ്ങൾ എക്സ്പീരിയൻസ് ആയേ പറ്റൂ. ഇത് നിങ്ങൾ ഉടനീളം ജീവിതത്തിൽ ഉള്ളതാണ്, ചെയ്യേണ്ടതാണ്. കൈ എങ്ങനെ വെക്കണം എല്ലാം മനസ്സിലാക്കുക. 1 2 3 4, ഈ 4ാമത്തെ അടിയത്തെ റിബിനാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ. പിന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾക്ക് ഷുഗർ കുറയാന്ന് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണം കൊണ്ട് നല്ല കൊളസ്ട്രോള് കൂടും. അതെങ്ങനെ മനസ്സിലാക്കുക? ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാം. അപ്പൊ ടോട്ടൽ കൊളസ്ട്രോൾ അല്ല ചെക്ക് ചെയ്യേണ്ടത്. ടോട്ടൽ കൊളസ്ട്രോൾ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ കൂടിയതായിട്ടാണ് കാണുക. അപ്പൊ ടോട്ടൽ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു കൊളസ്ട്രോൾ ഒരുപാട് കൂടിയല്ലോ. അല്ല, ടോട്ടൽ കൊളസ്ട്രോളിൽ മൊത്തത്തിലുള്ള കൊളസ്ട്രോൾ ആണ് ചെക്ക് ചെയ്യേണ്ടത്. അതിൽ നോക്കുക, ചീത്ത കൊളസ്ട്രോൾ ആണ് കൂടിയത്, നല്ല കൊളസ്ട്രോൾ ആണ് കൂടിയത്. നല്ല കൊളസ്ട്രോൾ നമുക്ക് ആവശ്യമാണ്, നല്ല കൊളസ്ട്രോൾ കൂടുന്നത് നമുക്ക് ആവശ്യമാണ്. ചീത്ത കൊളസ്ട്രോൾ കുറയണം. അത് നമ്മൾ ഈ ഭക്ഷണ രീതി സ്വീകരിക്കാത്ത ആളുകൾക്കൊക്കെ ചീത്ത കൊളസ്ട്രോൾ ആണ് കൂടിയതായിട്ട് കാണുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ല കൊളസ്ട്രോൾ കൂടുകയും ചീത്ത കൊളസ്ട്രോൾ കുറഞ്ഞു വരികയാണ് എൻ്റെ ബ്ലഡ് റിസൾട്ടിൽ മുഴുവനും കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളും അത് ചെയ്യേണ്ടത്. ഈ പോയിന്റുകളൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ കയ്യിൻ്റെ പോയിന്റുകൾ മാറുന്നില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അതേപോലെ കണ്ണ് ചിമ്പിയിട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ആകണം. ആയതിന്റെ ശേഷം നിങ്ങൾ സംസാരിക്കാതെ, ഇപ്പൊ എനിക്ക് സംസാരിക്കേണ്ടി വരുന്ന എന്താണ്? നിങ്ങൾക്ക് ഇത് ക്ലാസ് പഠിപ്പിച്ചു തരുന്നത് കൊണ്ടാണ്. സംസാരിക്കാതെ ശാന്തനായിട്ട് ഒരു ഭാഗത്ത് ഇരുന്നു കൊണ്ട് ആദ്യം ഈ എക്സസൈസ് ചെയ്യണം. ഞരമ്പിനെ മുഴുവൻ ആക്റ്റീവ് ആക്കിയ ശേഷം പിന്നെ കാണിച്ചു തരുന്ന ബാക്കി എക്സസൈസുകളിലേക്ക് പ്രവേശിക്കണം. അവസാനത്തെ എക്സസൈസ് വരുമ്പോൾ കടന്നുകൊണ്ട് ചെയ്യേണ്ട എക്സസൈസ് ആണ്. ആ എക്സസൈസിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. ഈ എക്സസൈസിലും 10 സെക്കൻഡ് 15 സെക്കൻഡ് ഇരിക്കേണ്ടതുണ്ട്. ഓക്കെ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, എൻ്റെ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. ഇതന്നെയാണ് നടക്കേണ്ടത്. ഓക്കെ. 2 4 5 6 10 10 11 8 9 10 11 12 1 2 3 4 5 6 7 8 9 10 11 12 1 2 4 5 6 8 9 10 15 20 21 22 23 24 25 26 27 28 29 30 1 2 3 4 5 6 7 9 10 11 12 13 14 17 18 19 20 21 22 23 24 25 26 27 28 29 30 1 2 5 6 7 8 9 10 11 12 16 17 18 19 20 21 22 23 24 25 26 27 28 30 1 2 3. നിങ്ങൾ കണ്ടില്ല സഹോദരന്മാരെ, ശരീരവും ഹൃദയമൊക്കെ നല്ല മിടിപ്പ് തുടങ്ങും. ഇതന്നെയാണ് ഇതിന്റെ പ്രത്യേകത. ഇത് മനസ്സിലാക്കിക്കോളി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി നിങ്ങളെ ആവശ്യം നിങ്ങൾ ഇത് ചെയ്യണോ ചെയ്യേണ്ടത്. തമാശയായിട്ട് കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾ കാണണ്ട. ഒരു വിരോധമല്ല എനിക്ക്. കാരണം എന്താ പറയുക, എനിക്ക് സങ്കടമേ ഉള്ളൂ.
ഇത്ര നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ട് ജീവിതത്തിൽ പകർത്താത്ത ഷുഗർ റേറ്റും ഓടി നടക്കുന്ന ആളെന്ന് ചിന്തിക്കണം. ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് അള്ളാഹു തആല വരുത്താതെക്കട്ടെ. ഒരു സൈഡ് അറ്റാക്ക് ആയിക്കാണ്ട് കൊഴഞ്ഞു കിടക്കുമ്പോ നിങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പോകും. അന്ന് നിങ്ങൾക്ക് ഈ എക്സസൈസ് കാണിച്ചു തരും. ഇതേപോലെ പല എക്സസൈസുകളും കാണിച്ചു തരും. അന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂല. ഇത് അനുഭവമാണ് മക്കളെ. വേണമെന്നുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി, വേണമെന്നുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി, വേണ്ടാതെങ്കിൽ സ്വീകരിക്കണ്ട. ശരീരത്തിന്റെ ഓരോ ഞരമ്പുകൾ നിങ്ങൾ ചെയ്തു നോക്കി, നിങ്ങളെ ശരീരം മുഴുവൻ നിങ്ങൾക്ക് സമാധാനം തരും. ഓക്കെ, ഇത് വളരെ ഉഷാറായിട്ടുണ്ട്, എനിക്ക് എന്റെ ശരീരത്തിന് ഇത് ആവശ്യമാണ്. കാരണം നിങ്ങളുടെ ഓരോ ഞരമ്പുകൾ ആക്റ്റീവ് ആവും. നിങ്ങളെ വിരൽ തുമ്പുകൾ, ജോയിന്റുകൾ, ഞാൻ കാണിച്ചു തരുന്ന മുഴുവൻ എക്സസൈസുകളും നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാവുന്നതാണ്. ഓക്കെ, 12 പ്രാവശ്യം ചെയ്യണം. കൈയടിക്കലും കരാട്ട ചോപ്പ് ഇങ്ങനെ കൈയടിക്കലും ബാക്ക് സൈഡ് അടിക്കലും 30, 35, 40 പ്രാവശ്യം ചെയ്യണം. അത് കുറച്ച് കൂടുതൽ ചെയ്യണം. ബാക്കിയെല്ലാം നിങ്ങൾ 12 പ്രാവശ്യം ചെയ്താൽ മതി. ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ കൈ അവിടെ തന്നെയാണ് അല്ലേ? ഇതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുക. എല്ലാ എക്സസൈസുകളും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരുമിച്ച് കാണിച്ചു തന്ന് കയ്യോ, കാരണം വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അപ്പൊ നിങ്ങൾക്ക് സൗകര്യത്തിന് ഒരു 30 മിനിറ്റ് 15 മിനിറ്റോളം കണ്ടതിന് ശേഷം അത് പഠിച്ചാക്കിയതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് 1 മണിക്കൂർ അത് സെറ്റ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇതിൽ 2 ടൈമേ കാണിക്കുന്നുള്ളൂ, അതിന് നേരമുള്ളൂ, ബാക്കി ഞാൻ ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, അത് ചെയ്യാം. പൊസിഷൻ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വിട്ടുപോവുകയാണെങ്കിൽ മറക്കരുത്, ഫുൾ പൊസിഷൻ തലയിൽ കയറ്റി വെക്കണം. എത്ര പൊസിഷൻ എനിക്ക് ചെയ്യാണ്ടെന്നുള്ളത്. അതിലേതെങ്കിലും വിട്ടുപോവുകയാണെങ്കിൽ അത് പൂർത്തിയാക്കണം. ഓക്കെ, ഇത് ശരീരത്തിന്റെ ഞരമ്പുകൾ ആക്റ്റീവ് ആക്കണ ആദ്യത്തെ എക്സസൈസ്. ഇതിന് ശേഷമാണ് ബാക്കി എക്സസൈസുകൾ വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾ കാണുന്നതിനനുസരിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത എക്സസൈസ് പഠിക്കുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം അടുത്ത എക്സസൈസ് കാണുക, പ്രാക്ടീസ് ചെയ്യുക. അതിനാണ് ഞാൻ എൻ്റെ വീഡിയോസുകൾ 1 മുതൽ എക്സസൈസിന്റെ വീഡിയോ നിർബന്ധമായിട്ടും 1 മുതൽ എത്രയാണോ വരുന്നത് അത്ര മുഴുവൻ കാണുക. പിന്നെ ഞാൻ പല പ്രാവശ്യത്തിലായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമുണ്ട്. വിഷയം ഒന്ന് തന്നെയാണ്, ഒറ്റ വിഷയം. ഷുഗർ രോഗം എങ്ങനെ മാറ്റാം, ഷുഗർ രോഗം എങ്ങനെ മാറും, അതിനെന്ത് ചെയ്യണം, അതിനെന്ത് ഭക്ഷണം കഴിക്കണം. ഇതല്ലാത്ത വേറെ ടോപ്പിക് ഇല്ല. ലാസ്റ്റ് ഈ എക്സസൈസ് നിർത്തുന്ന സമയത്ത് ഒരു 10-30 പ്രാവശ്യം കൈ നന്നായി അടിക്കുക, നന്നായി അടിച്ച് ഒരു 10-30 പ്രാവശ്യം കൈ അടിച്ചതിന് ശേഷം ഇതും ഒരു 10-30 പ്രാവശ്യം നന്നായി അടിക്കുക. ഓക്കെ, അടിച്ചതിന് ശേഷം ഇതേപോലെ ഇതും നന്നായി അടിക്കുക. നന്നായി അടിച്ചതിന് ശേഷം റിലാക്സ് ആയിട്ടിരിക്കുക. റുക്കോ. ഓക്കെ, നിർത്തുക. റുക്കനെ കെ ബാദ് മേ അല്ലാക്കും. ഹിന്ദിയിലാണ് പറഞ്ഞത്. ഹിന്ദിക്കാർക്കും ഞാൻ ചെയ്യുന്നുണ്ട് വീഡിയോ. സോറി, ഹിന്ദിക്കാർക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഹിന്ദിയിൽ. കാരണം അവർക്ക് മലയാളം കണ്ടിട്ട് മനസ്സിലാകാത്തതുകൊണ്ട് അവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നോട്. നിങ്ങളിത് ചില ആൾക്കാർ ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞിരിക്കണം. എനിക്ക് ഏതായാലും അറിയില്ല. അറിയാത്തതുകൊണ്ട് പിന്നെ അറിയാത്ത പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ഹിന്ദിയിലും മലയാളത്തിലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഹിന്ദിന്റെ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. അത് ഞാൻ ഹിന്ദി അറിയുന്നവർക്ക് മാത്രം ചെയ്ത് എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. അപ്പൊ കണ്ടില്ലേ, നമ്മൾ ഇങ്ങനെ ഇരുന്നതിന്റെ ശേഷം വളരെയധികം ശാന്തമായിട്ട് ഇരിക്കുക. എന്നിട്ട് ശരീരത്തിന് തന്നെ മെസ്സേജ് കൊടുക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പൊ നടന്നുകൊണ്ട് നിൽക്കുന്ന ഈ സുഖം ആസ്വദിക്കുക. 10-15 സെക്കൻഡ് നിങ്ങളുടെ ശരീരത്തിന്റെ ഞരമ്പുകളിൽ രക്തം ഓടുകയാണ്, രക്തം ആക്റ്റീവ് ആകുകയാണ്, ഞരമ്പ് ആക്റ്റീവ് ആകുകയാണ്. അത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ 10 സെക്കൻഡിൽ ആസ്വദിക്കാം. പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണ് തുറക്കുക, ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട്. ജീവിതത്തിൽ എല്ലാ കാര്യത്തിനെ പറ്റിയിട്ടും ശുഭപ്രതീക്ഷ. എനിക്ക് ജോലി ഉണ്ടാവും,
എനിക്ക് പണി ഉണ്ടാവും, എൻ്റെ ആരോഗ്യമൊക്കെ നന്നായി വരുന്നുണ്ട്, ഇനി എനിക്ക് കൂടുതൽ പണിയെടുക്കാനും പറ്റും, സാമ്പത്തികമായിട്ട് നല്ല മെച്ചമുണ്ടാവും, അതിന് ഞാൻ നല്ലോണം അധ്വാനിക്കും. അസൂയ, കുയിന്ത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക, ടെൻഷനുകൾ ഒഴിവാക്കുക. നമ്മൾ എന്ത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക. ബാക്കി അള്ളാഹു തആല എന്താണോ നമ്മുടെ നസീബിൽ വിധിച്ചിട്ടുള്ളത് അത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. സമ്പത്ത് നമുക്ക് എത്രയാണോ ഇവിടെ അള്ളാഹു തആല നിശ്ചയിച്ചത്, നമ്മൾ എന്ത് അധ്വാനിച്ചിട്ടും കാര്യമില്ല. എന്നാൽ അധ്വാനിക്കാതെ ഇരിക്കാനും പറ്റില്ല. അധ്വാനിച്ചുകൊണ്ടേ ഇരിക്കുക കുടുംബത്തിന് വേണ്ടിയിട്ട്. ബാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അപ്പോഴാണ് അത് പരിപൂർണമായിട്ട് ആവുക എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ സമാധാനിപ്പിച്ചുകൊണ്ട്, ഭയം ഉണ്ടായിട്ട് കാര്യമില്ല, പേടിച്ചിട്ട് കാര്യമില്ല. ഹൃദയത്തിന് കൂടുതൽ പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നല്ല മെസ്സേജ് ഹൃദയത്തിന് കൊടുക്കുക, നല്ല മെസ്സേജ് തലച്ചോറിന് കൊടുത്തുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണു തുറക്കുക. ഓക്കെ. അപ്പൊ ഒരു 10-15 സെക്കൻഡ് നിങ്ങളെ ശരീരത്തിൽ രക്തം പാസ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഞരമ്പുകൾ ആക്റ്റീവ് ആകുന്നതും നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. ഈ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത എക്സസൈസ് ചെയ്യേണ്ടത്. അടുത്ത എക്സസൈസ് ചെയ്ത് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചിട്ട് ഒരുമിച്ചാണ് പിന്നെ ആ എക്സസൈസ് 1 മണിക്കൂർ ചെയ്യേണ്ടത്. ആ 1 മണിക്കൂർ എക്സസൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്. അതിന്റെ മുന്നേ എന്ത് കുടിക്കണം ഞാൻ കാണിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ കഴിക്കണം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഫുള്ള് എന്ത് ചെയ്യണേ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം 30 ദിവസം എങ്ങനെ തുടരണം അതും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും ഞാൻ ക്ലാസ് പറഞ്ഞു തരും, ഇനിയും ഞാൻ ചെയ്ത് കാണിച്ചു തരും, ഇനിയും ഞാൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരും. അത് പഠിച്ച് മനസ്സിലായവർക്ക് അലോസരമായിട്ട് തോന്നണ്ട. പുതുതായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇത് ക്ലാസ് നിർത്താതെ തുടരും. ഓക്കെ. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കുക. എല്ലാ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം ചൂടുള്ള വെള്ളത്തിൽ കല്ലുപ്പിട്ടുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ചും എല്ലാ ജോയിന്റുകളും പെരടിന്റെ എല്ലിന്റെ ഭാഗത്തൊക്കെ ശരിക്ക് ചൂട് പിടിക്കണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ഇത് 9ാമത്തെ വീഡിയോ കഴിഞ്ഞ് 10ാമത്തെ വീഡിയോ ആണ്. ഇനി 11, 12 അങ്ങനെ വീഡിയോ വന്നുകൊണ്ട് നിൽക്കും. ചെറുത് വീഡിയോ ആയിട്ട് പരമാവധി ഞാൻ ചെറുതാക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നോട് നിങ്ങൾ സഹകരിക്കുക. അസുഖമുള്ള രോഗികളായ നമ്മൾക്ക് എൻ്റെ അസുഖം മാറി നോർമലാണ്, മാസാമാസം എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.